PS വിനയ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. വിനയ, രാജ്യം കണ്ട വലിയ വിമാന അപകടത്തിൽ വ്യോമയാന മന്ത്രാലയം ഏത് രീതിയിലാണ് അന്വേഷണം നടത്തുന്നത്? വലിയ ഒരു വിമാന ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന അപകടങ്ങളിൽ ഒന്നാണ്. ഇതിൽ 2 തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന്, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ AAIBയുടെ അന്വേഷണം. രണ്ടാമത്തേതായിട്ട് വ്യോമയാന മന്ത്രാലയത്തിന്റെ ഒരു ഉന്നതതല സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം. ഈ 2 അന്വേഷണങ്ങളും വളരെ സുപ്രധാനമാണ്. ഈ AAIBയുടെ അന്വേഷണമാണ് ഇതിനകത്ത് ഏത് പ്രശ്നം ആണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ നിർണായകമാവുക. ഈ AAIB എന്ന് പറയുന്നത് വ്യോമയാന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി തന്നെയാണ്. ഏത് വിമാനാപകടം രാജ്യത്തുണ്ടായിക്കഴിഞ്ഞാലും ആദ്യം അന്വേഷണം നടത്തുക AAIB തന്നെയാണ്. ഒരു അപകടമുണ്ടായി 1 വർഷത്തിനുള്ളിൽ ഇവർ അന്വേഷണം നടത്തി റിപ്പോർട്ട് DGCAക്ക് സമർപ്പിക്കണം എന്നുള്ളതാണ് ചട്ടം. ഈ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾ, അതോടൊപ്പം തന്നെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, അതോടൊപ്പം തന്നെ കോക്പിറ്റിലുള്ള വോയിസ് റെക്കോർഡർ, ഈ സാങ്കേതികമായിട്ടുള്ള ഈ 3 കാര്യങ്ങൾ ഇത് ശേഖരിച്ച് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണമാണ് AAIB നടത്തുക. ബ്ലാക്ക് ബോക്സ് നിർണായകമാണ്. കാരണം 2 ബ്ലാക്ക് ബോക്സുകളാണ് ഒരു വിമാനത്തിലുള്ളത്. ഇതിൽ ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടുകിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്ന വിവരം. മറ്റൊരു ബ്ലാക്ക് ബോക്സ് ആ അപകടം നടന്ന പരിസരത്ത് തന്നെ ഉണ്ടാവും. അവിടെ തിരച്ചിലും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ അപകടം നടന്ന പ്രദേശത്തേക്ക് പൊതുജനങ്ങളെ ഒന്നും പ്രവേശിപ്പിക്കുന്നില്ല. അവിടെയെല്ലാം സീല് ചെയ്തിട്ടുണ്ട്. പ്രവേശനം കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഏജൻസികൾക്കും മാത്രമാണ് അങ്ങോട്ടേക്കുള്ള പ്രവേശനം. അവിടെ ഒരു കർശനമായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. അവിടെ നിന്നും കണ്ടെടുക്കുന്ന വസ്തുക്കളുടെ എല്ലാം തന്നെ ഫോറൻസിക് പരിശോധന നടത്തുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കും. കാരണം ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ത് കാരണമാണ്, പക്ഷി ഇടിച്ചതാണെന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ എഞ്ചിന്റെ സാങ്കേതിക തകരാറാണെന്ന് പറയുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തുക എന്നുള്ളത് വളരെ സുപ്രധാനമാണ്. കാരണം ഭാവിയിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ഇത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണമാണ് ഏറ്റവും നിർണായകമാവുക. അതിനുള്ള എല്ലാ തരത്തിലുള്ള പ്രാഥമിക നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ നിന്നും ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരവിടെ പരിശോധന നടത്തുകയാണ്. പ്രാഥമിക തലത്തിലുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം അവരിതിന് ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയമിക്കും. ഈ അന്വേഷണ സമിതിയിൽ അമേരിക്കയുടെ പ്രതിനിധികളും ഉണ്ടാകും. കാരണം ബോയിങ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ വിമാന കമ്പനിയാണ്. ആ കമ്പനിയുടെ നിർമ്മിച്ച വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു പരിശോധന ഈ വിഷയത്തിലുണ്ടാകും. 1 വർഷത്തിനുള്ളിൽ തന്നെ ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും.